കാട്ടിലെ മൃഗങ്ങളുടെ വിശപ്പടക്കുകയാണ് കല്ലൂർ ബാലൻ എന്ന വയോധികൻ. 74-ാം വയസ്സിലും സ്വന്തം ജീപ്പിൽ ചുറ്റിക്കറങ്ങി പാലക്കാട് വലിയങ്ങാടി മുതൽ ഒറ്റപ്പാലം വരെയുള്ള മൊത്ത വ്യാപാരികളിൽ നിന്നും 500 കിലോയോളം പഴവും പച്ചക്കറികളും ശേഖരിച്ചാണ് കാട്ടിലെ മൃഗങ്ങൾക്ക് ഇദ്ദേഹം ഭക്ഷണം എത്തിക്കുന്നത്. ഏജന്റ് ന്യൂസ് ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് കല്ലൂർ ബാലൻ എന്ന ഒരു പ്രകൃതി സ്നേഹിയാണ്. ഇദ്ദേഹത്തിന്റെ ഒരു കൂകിവിളി കേൾക്കാൻ കാട്ടിലെ വന്യമൃഗങ്ങൾ കാത്തിരിക്കുകയാണ്. കാരണം കല്ലൂർ ബാലനാണ് ഇവർക്ക് ഭക്ഷണം നൽകുന്നത്. പഴവർഗ്ഗങ്ങൾ ഉൾപ്പെടെ വാഹനങ്ങളിൽ കൊണ്ടുചെന്ന് കല്ലൂർ ബാലൻ മൃഗങ്ങൾക്ക് നൽകുകയാണ്. ആ കല്ലൂർ ബാലനെയാണ് ഇന്ന് ഏജന്റ് നെറ്റിലൂടെ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. കാട്ടിലെ മൃഗങ്ങൾക്ക് വിശപ്പടക്കാൻ കല്ലൂർ ബാലൻ ഓരോ ദിവസവും ശേഖരിച്ചു നൽകുന്നത് 500ഓളം കിലോ പഴവും പച്ചക്കറികളും. ബാലേട്ടന്റെ വാഹനത്തിൽ ശബ്ദം കേൾക്കുമ്പോഴേ കുരങ്ങും മുയലും മയിലും കാട്ടുപന്നികളും കാടിറങ്ങി വരും. രാവിലെ 8 മണിയോടെ സ്വന്തം ജീപ്പിൽ പുറപ്പെടുന്ന ബാലേട്ടൻ 50 കിലോമീറ്ററോളം ചുറ്റി സഞ്ചരിച്ച് അയ്യർമല, കിണാവല്ലൂർ, വഴുക്കപ്പാറ, മുണ്ടൂർ, ധോണിമല, വാളയാർ വനമേഖലകളിലെ പക്ഷിമൃഗാദികളെ അന്നമൂട്ടിയും വൃക്ഷത്തൈകൾ നട്ടും തിരിച്ചെത്തുമ്പോൾ സൂര്യൻ അസ്തമിച്ചിരിക്കും. യുവാവായ സമയത്ത് തുടങ്ങിയതാണ് ഈ ജീവിതചര്യ. ഇന്നും യുവത്വം നിലനിർത്തി 74-ാം വയസ്സിലും ഇതിനും മാറ്റമില്ല. കേടായി തുടങ്ങിയെങ്കിലും കഴിക്കാവുന്ന ആപ്പിൾ, മാതളം, ഓറഞ്ച്, പേരയ്ക്ക, വാഴപ്പഴം, തണ്ണിമത്തൻ, ചക്ക, പച്ചക്കറികൾ തുടങ്ങിയവ സൗജന്യമായാണ് പാലക്കാട് വലിയങ്ങാടി മുതൽ ഒറ്റപ്പാലം വരെയുള്ള മൊത്ത വ്യാപാരികൾ നൽകുന്നത്. പരിചയക്കാർ ജീപ്പിന് ഇന്ധനം നിറയ്ക്കാനുള്ള പണവും നൽകും. രാവിലെ മലകയറ്റവും യോഗയും കഴിഞ്ഞ് 6ഓടെ അന്നം ശേഖരിക്കാൻ ജീപ്പ് എടുത്തിറങ്ങും. തിരിച്ചെത്തി പ്രഭാത ഭക്ഷണം കഴിച്ച ശേഷം കാട്ടുമൃഗങ്ങളുടെ അരികിലേക്ക്. മനുഷ്യ വന്യമൃഗ സംഘർഷം ചർച്ച ചെയ്യപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ മനുഷ്യരെയും മൃഗങ്ങളെയും ഒരുപോലെ സ്നേഹിച്ച് അതുവഴി പ്രകൃതി സ്നേഹമാണ് ഭൂമിയുടെ നിലനിൽപ്പിന് അഭികാമ്യമെന്ന സന്ദേശം നൽകുകയാണ് കല്ലൂർ ബാലൻ എന്ന ഈ വയോധികൻ.